ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എല്ലാവരെയും എൻ്റെ വന്ദനം അറിയിക്കുന്നു. കർത്താവിൻ്റെ പൊന്നുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. നമുക്ക് ഇന്നത്തെ ധ്യാനത്തിനായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 41 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. ലൂക്കോസ് 19:41 മുതലുള്ള വാക്യങ്ങൾ. അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. നിന്റെ സന്ദർശനകാലം നീ അറിയാഞ്ഞതുകൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞ് 4 പുറത്തും ഞെരുക്കി നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ട് നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരും. യേശു യെരുശലേം നഗരത്തെ നോക്കി കരഞ്ഞു. അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ടു, നഗരത്തെ കണ്ടു, അതിനെക്കുറിച്ച് കരഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ തുടർന്ന് നാം വായിച്ചു, നിൻ്റെ സന്ദർശനകാലം നീ അറിയാഞ്ഞതുകൊണ്ട്, നിൻ്റെ സന്ദർശനകാലം നീ അറിയാഞ്ഞതുകൊണ്ട് നിൻ്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞു, 4 പുറത്തും ഞെരുക്കി നിന്നെയും നിന്നിലുള്ള നിൻ്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ടു. നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരും. യേശു യെരുശലേം നഗരത്തെ നോക്കി കരഞ്ഞു. യെരുശലേം നഗരം അതിൻ്റെ സന്ദർശനകാലം അറിഞ്ഞില്ല. കർത്താവായ യേശുക്രിസ്തുവിനെ കയ്യെത്താകുന്ന സമീപത്ത് കിട്ടിയിട്ടും യേശുവിനെ അവർ തിരിച്ചറിഞ്ഞില്ല. ആ സന്ദർശനകാലം അറിയാഞ്ഞതുകൊണ്ട് ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യൻ്റെ സമാധാനത്തിനും മനുഷ്യൻ്റെ രക്ഷയ്ക്കും വേണ്ടി ഭൂമിയിലേക്ക് അയച്ച തൻ്റെ സ്വന്തം പുത്രനായ യേശുവിനെ അവർ വിശ്വസിച്ചില്ല. അവർ അവനെ തിരിച്ചറിഞ്ഞില്ല. സന്ദർശനകാലം അറിഞ്ഞില്ല. സന്ദർശനകാലം അറിയാഞ്ഞതുകൊണ്ട് ഈ ജനത്തിനെല്ലാം ഭീകരമായ ശിക്ഷാവിധി വരുവാനിരിക്കുന്നു. അത് കർത്താവ് കണ്ടു. ആ ജനത്തിന് വരുവാനിരിക്കുന്ന ഭീകരമായ ശിക്ഷാവിധി കണ്ടുകൊണ്ടാണ് കർത്താവ് ആ നഗരത്തെ നോക്കി കരഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും ഇന്ന് ഒരു സന്ദർശന കാലമാണ്. കഴിഞ്ഞ 50-ൽ പരം വർഷങ്ങളായിട്ട് ഈ ദേശത്തും അല്ല ലോകത്ത് നാനാഭാഗങ്ങളിലും ഈ സത്യസുവിശേഷം ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിൽ കൂടെ കത്തിപ്പടർന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദേശം ദേശമായി ഉണർവ് അയച്ചു. അനേകം ആയിരങ്ങൾ ഉണർന്നു വന്നു. പക്ഷേ ഈ സന്ദർശനകാലം ഇതൊരു സന്ദർശനകാലമാണ്. ദൈവം മനുഷ്യനെ സന്ദർശിക്കുന്ന കാലമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മനുഷ്യനെ സന്ദർശിക്കുന്നതായ കാലമാണ്. ഈ സന്ദർശനകാലം തിരിച്ചറിയാതെ ദൈവം സംസാരിച്ചത് വേണ്ടതുപോലെ സ്വീകരിക്കുകയോ അതനുസരിച്ച് ജീവിക്കുകയോ ചെയ്യാതെ വചനം സ്വീകരിക്കുകയോ വചനം അനുസരിച്ച് ജീവിക്കുകയോ ചെയ്യാഞ്ഞതുകൊണ്ട് ദൈവത്തിൻ്റെ ഉള്ളം വേദനിക്കുകയാണ്. യേശു കരയുകയാണ്. നാം ഒരു വചനം കേൾക്കുമ്പോൾ നാം ഉദ്ദേശിക്കുന്നത്, നാം പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള വിചാരം അതൊന്ന് കേൾക്കുന്നു, നമ്മുടെ ഇഷ്ടമുണ്ടെങ്കിൽ കേൾക്കുന്നു, പോകുന്നു എന്നുള്ളതല്ലാതെ അത് ദൈവിക ശബ്ദമായിട്ട് നാം ഉൾക്കൊള്ളുവാനും തിരിച്ചറിയുവാനും യേശു എന്നോട് സംസാരിക്കുന്നു എന്ന് വിശ്വസിക്കാനും നമുക്ക് സാധിച്ചില്ലെങ്കിൽ ദൈവം കരയുന്ന ഒരു പാവമാണത്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും പാവപ്പെട്ട ദൈവമക്കൾ എഴുന്നേറ്റ് നിന്ന് കർത്താവിൻ്റെ വചനം പറയുമ്പോൾ ഓർക്കണം, അത് നിസ്സാരമല്ല. ആ പറയുന്ന വ്യക്തി പറയുന്ന ഓരോ വാക്കിനും ഉത്തരവാദിയാണ്. എന്തുകൊണ്ടെന്നാൽ അത് സ്വർഗത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. സ്വന്തം ഇഷ്ടമല്ല, സ്വന്തം താല്പര്യങ്ങളല്ല, സ്വന്തം ബുദ്ധിയല്ല. അത് ദൈവസന്നിധിയിൽ തന്നെ സമർപ്പിച്ച് തങ്ങളുടെ ജീവിതത്തിലെ ഓരോരോ അവയവങ്ങളും തൻ്റെ മനസ്സും ഹൃദയവും ദേഹവും ദേഹിയും ആത്മാവും ക്രൂശൻ ചുവട്ടിൽ ബലിയായി അർപ്പിച്ചതിന് ശേഷം കർത്താവായ യേശുവിൻ്റെ തിരുമുഖത്ത് നിന്ന് ആ തിരുമുഖത്തേക്ക് നോക്കി അവിടെ നിന്ന് കിട്ടുന്ന വചനം ദൈവം കൃപയാൽ മനസ്സലിഞ്ഞ് ഇത് ആരോട് സംസാരിക്കാൻ പോകുന്നുവോ അവരെ കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള വചനം അത് സ്വർഗത്തിൽ നിന്ന് ദൈവം സൗജന്യമായിട്ട് അയച്ചു തരികയാണ്.
അത് ഈ വ്യക്തി സ്വീകരിച്ച് സ്വർഗത്തിൽ ദൈവം തൻ്റെ കാര്യാലോചനാ സഭയിൽ നിർണയിച്ചു വച്ചിരിക്കുന്നതായ, നിരൂപിച്ചു വച്ചിരിക്കുന്നതായ വചനം അത് പൊഴിച്ചു തരികയാണ്. ആ വചനം കേൾക്കുമ്പോഴാണ് നമുക്ക് ആശ്വാസം കിട്ടുന്നത്. അത് ആണ് നമുക്ക് സമാധാനം തരുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അതാണ് സന്ദർശനകാലം എന്ന് പറയാൻ കാരണം. എന്നിട്ടും ആ വചനം ദൈവം തരുന്നതാണെന്ന് വിശ്വസിക്കാൻ സാധിച്ചില്ലെങ്കിൽ, അത് നാം സ്വീകരിച്ചില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, പിന്നെ വരുന്നത് ദൈവത്തിൻ്റെ ആ ഹൃദയം നോവുന്നതായ അനുഭവമാണ്. അത് വലിയ ശിക്ഷാവിധിക്ക് കാരണമാകും. അതാണ് ഈ വേദഭാഗത്തിൻ്റെ അർത്ഥം. ദൈവത്തിന് സ്തോത്രം. നമുക്കതിൻ്റെ ഒരു ഇംഗ്ലീഷ് പരിഭാഷ ഒന്ന് വായിച്ച് നോക്കാം. പ്രിയപ്പെട്ടവരെ, അവിടെ വളരെ വ്യക്തമായിട്ട് ആ വേദഭാഗങ്ങൾ നമുക്ക് മനസ്സിലാകുന്ന തരത്തിലാണ് അവിടെ വർണ്ണിച്ചിരിക്കുന്നത്. ലിവിങ് ബൈബിളിൽ അത് പറയുന്നത് ഇങ്ങനെയാണ്: വീപ്പിംഗ് ഓവർ ജെറുസലേം. യേശു ജെറുസലേമിനെ കണ്ട് കരയുകയാണ്. എന്താണ്? ബട്ട് ആസ് ദേ കെയിം ക്ലോസർ ടു ജെറുസലേം ആൻഡ് ഹീ സോ ദ സിറ്റി അഹെഡ് ഹീ ബിഗാൻ ടു ക്രൈ. നഗരത്തെ കണ്ടു, നഗരത്തെക്കുറിച്ച് യേശു കരയാൻ തുടങ്ങി. ഇറ്റേണൽ പീസ് വാസ് വിത്തിൻ യുവർ റീച്ച് ആൻഡ് യു ടേൺഡ് ഇറ്റ് ഡൗൺ. നിൻ്റെ കൂടെ, നിൻ്റെ തൊട്ടടുത്ത്, കൈയെത്തിപ്പിടിക്കാൻ ദൂരത്തിൽ നിനക്ക് നിത്യമായ സമാധാനം നിനക്ക് കിട്ടി. നിനക്ക് ദൈവം പൊഴിച്ചു തന്നു. ഈ കർത്താവായ യേശുവിനെ ദൈവം ഭൂമിയിലേക്ക് അയച്ചു. ആ യേശുവിനെ തൊട്ടടുത്ത് കാണുവാനും തൊടുവാനും സ്വീകരിക്കാനും അവൻ്റെ വചനം സ്വീകരിക്കാനും അവൻ്റെ മധുമൊഴികൾ സ്വീകരിക്കാനുമുള്ള അവസരങ്ങൾ കിട്ടിയ ജനമാണ്. ഇറ്റേണൽ പീസ് വാസ് വിത്തിൻ യുവർ റീച്ച് ആൻഡ് യു ടേൺഡ് ഇറ്റ് ഡൗൺ. നിങ്ങളത് നിരാകരിച്ചു കളഞ്ഞു. ടേൺഡ് ഇറ്റ് ഡൗൺ. ഹി വെപ്റ്റ് ആൻഡ് നൗ ഇറ്റ് ഈസ് ടു ലേറ്റ്. അയ്യോ, സമയം പാഴാക്കി കളഞ്ഞല്ലോ, അവസരങ്ങൾ പാഴാക്കി കളഞ്ഞല്ലോ, കിട്ടിയതായ അവസരങ്ങൾ പാഴാക്കി കളഞ്ഞല്ലോ. നിൻ്റെ സന്ദർശനകാലം നീ അറിഞ്ഞില്ലല്ലോ. ആൻഡ് നൗ ഇറ്റ് ഈസ് ടു ലേറ്റ്. യുവർ എനിമീസ് വിൽ പൈൽ അപ്പ് earth against your walls and encircle you and close in on you. നിൻ്റെ ശത്രുക്കൾ ഇതാ വലിയൊരു പീഡ നിനക്ക് വരാൻ പോകുന്നു, വലിയൊരു കെടുതിയാണ് നിനക്ക് വരാൻ പോകുന്നത്. നിൻ്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞു, നാല് പുറത്ത് നിന്നെ ഞെരുക്കി, നിന്നെയും നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ടു. നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരും. ആൻഡ് ക്രഷ് യു ടു ദ ഗ്രൗണ്ട് ആൻഡ് യുവർ ചിൽഡ്രൻ വിത്തിൻ യു. യുവർ എനിമീസ് വിൽ നോട്ട് ലീവ് വൺ സ്റ്റോൺ അപ്പോൺ അനദർ. ഒരു കല്ലിന്മേൽ മറ്റൊരു കല്ല് ശേഷിക്കാതെ വണ്ണം ഈ യെരുശലേം നഗരം ഇടിഞ്ഞ് പൊളിഞ്ഞ് നാശമായി പോകും. ഫോർ യു ഹാവ് റിജക്റ്റഡ് ദി ഓപ്പർച്യൂണിറ്റി ഗോഡ് ഓഫേർഡ് യു. ദൈവം നിനക്ക് തന്നതായ അവസരങ്ങൾ നീ റിജക്റ്റ് ചെയ്തു, നീ നിരാകരിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവം തരുന്ന അവസരങ്ങൾ അത് നഷ്ടപ്പെടുത്തല്ലേ പ്രിയപ്പെട്ടവരെ. കർത്താവിൻ്റെ ജീവൻ്റെ വചനം, പരിശുദ്ധാത്മാവുള്ള വചനം, അത് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അത് നിങ്ങൾ കേൾക്കണം. ആ ജീവൻ്റെ വചനം കേൾക്കുമ്പോൾ സമാധാനം കിട്ടും, സന്തോഷം കിട്ടും, നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു പൊറുതി കിട്ടും. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിച്ചില്ലെങ്കിലും ആ വചനത്തിൽ കൂടെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടായിരിക്കും. നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രം മതി. എൻ്റെ പ്രാണപ്രിയനായ യേശു, എൻ്റെ യേശു എന്നോട് സംസാരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വീണ്ടും നമുക്ക് ഒരു പ്രാവശ്യം കൂടി ആ വാക്യം ഒന്ന് വായിച്ചു കേൾക്കാം. 19:41 മുതൽ. അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ടു അതിനെക്കുറിച്ച് കരഞ്ഞു. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. നിന്റെ സന്ദർശനകാലം നീ അറിയാഞ്ഞതുകൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി കടങ്ങു കുഴിച്ചു. നിന്നെ വളഞ്ഞ് നാല് പുറത്തും ഞെരുക്കി. നിന്നെ വളഞ്ഞു, നാല് പുറത്തും ഞെരുക്കി, കോട്ട കെട്ടി, നിന്നെ അവിടെ അതിനകത്താക്കി. നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ടു. നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരും. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ആ പൊന്നുനാവിൽ നിന്ന് വന്ന വചനം, കർത്താവിൻ്റെ മരണശേഷം 70 കൊല്ലക്കാലം കൊണ്ട് AD 70 അക്ഷരാർത്ഥത്തിൽ യെരുശലേം നഗരം നാമാവശേഷമായി. നീറോ ചക്രവർത്തി യെരുശലേം നഗരത്തെ നാമാവശേഷമാക്കി എന്ന് നാം ചരിത്രത്തിൽ വായിക്കുന്നു. കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതെ നശിച്ചുപോയി. കാരണം എന്ത്? രക്ഷകനെ അടുത്ത് കിട്ടി, വചനം അടുത്ത് കിട്ടി, സമാധാന പ്രഭുവിനെ അടുത്ത് കിട്ടി, രക്ഷയുടെ ദാതാവിനെ അടുത്ത് കിട്ടി, സാക്ഷാ രക്ഷയായവനെ അടുത്ത് കിട്ടി, നിത്യജീവൻ
ക്രിസ്തുവിനായ യേശുവിനെ അടുത്ത് കിട്ടി, എന്നിട്ടോ തള്ളിക്കളഞ്ഞു, നിരാകരിച്ചു. പ്രിയപ്പെട്ടവരെ, അത് വലിയ ശിക്ഷാവിധിക്ക് കാരണമായി. ദൈവത്തിൻ്റെ സ്തോത്രം. വീണ്ടും മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 23-ാം അധ്യായത്തിൻ്റെ 37 മുതലുള്ള വാക്യങ്ങൾ, 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ നമുക്കിപ്പോൾ വായിക്കാം. യെരുശലേമേ, യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വീണ്ടും യെരൂശലേം നഗരത്തേക്ക് നോക്കി യേശു കരയുന്നു. യേശു അവരെ ശാസിക്കുന്നു. യെരൂശലേമേ, യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചെറുകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് നിങ്ങൾ പറയുവോളം നിങ്ങളിനി എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കർത്താവിൻ്റെ വചനം പറയുന്നു, നിൻ്റെ മക്കളെ രക്ഷിക്കുവാൻ, നിനക്ക് സമാധാനം തരുവാൻ, നിനക്ക് സംരക്ഷണം തരുവാൻ, നിൻ്റെ മക്കളെ ചേർത്ത് കൊള്ളുവാൻ, ചിറകിൻ കീഴിൽ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചേർക്കുന്നത് പോലെ നിൻ്റെ മക്കളെ എന്നോട് ചേർത്തണയ്ക്കുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെ പകരം എന്തു ചെയ്തു? ആ വചനം ഞാൻ കൊടുത്തയച്ചതായ, നിന്നെ ജീവിപ്പിക്കുന്ന വചനം ഞാൻ കൊടുത്തയച്ചതായ പ്രവാചകന്മാരെ നിങ്ങൾ കൊന്നു. പ്രവാചകന്മാരെ നിങ്ങൾ കൊന്നു. നിങ്ങൾ നിൻ്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സത്യവചനം പറയുന്നവർക്ക് എല്ലാ കാലവും പീഡയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ കൂട്ടായ്മയെ കൂടി അനേകം അനുഭവങ്ങൾ നാം പ്രാപിച്ചവരാണ്. പ്രിയപ്പെട്ടവരെ, എന്നും പീഡയാണ്. അവരെ ഒറ്റപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, നിൻ്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നു. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഇത്രമാത്രം ജനത്തെ സ്നേഹിച്ച് ജനത്തിനു വേണ്ടി അവരെ സംരക്ഷണം കൊടുക്കുവാൻ, തൻ്റെ ചെറുകിൻ കീഴിൽ ജനത്തെ ചേർത്തണയ്ക്കുവാൻ, ശത്രുവിൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ, അവർക്ക് സമാധാനം കൊടുക്കുവാൻ, സംരക്ഷണം കൊടുക്കുവാൻ, തലമുറകളെ അനുഗ്രഹിച്ച് സംരക്ഷണം കൊടുക്കുവാൻ ദൈവം അധ്വാനിക്കുമ്പോൾ നിൻ്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. എന്നാൽ നിങ്ങൾക്കോ മനസ്സായില്ല. നിങ്ങൾക്കൊരു മനസ്സതിന് വന്നില്ലല്ലോ. നിങ്ങൾക്കൊരു മനസ്സൊരുക്കം ഉണ്ടായില്ലല്ലോ. നിങ്ങളുടെ മനസ്സാക്ഷി സമ്മതിച്ചില്ലല്ലോ. ആകയാൽ ഇന്ന് സംഭവിക്കും, നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. യെരൂശലേം നഗരം ശൂന്യമായി തീരും. അല്ല, നിൻ്റെ ഭവനം ശൂന്യമായി തീരും. വചനം തള്ളുന്ന ഭവനം ശൂന്യമായി തീരും. വചനം പറയുന്നവരെ ധിക്കരിക്കുന്ന ഭവനം ശൂന്യമായി തീരും. സത്യവചനം സംസാരിക്കുന്ന, ദൈവം നിയോഗിക്കുന്ന ദൈവമക്കളെ കല്ലെറിയുകയും അവരെ ഒറ്റപ്പെടുത്തുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നവരെ, അവരുടെ ഭവനങ്ങൾ ശൂന്യമാകുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഭയത്തോടെ നാം കേൾക്കണം. പ്രിയപ്പെട്ടവരെ, ഭയത്തോടെ ഞങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുകയാണ്. ദൈവവചനത്തെ തള്ളുന്നത്, ദൈവവചനം സ്വീകരിക്കാതിരിക്കുന്നതും, ആ ദൈവവചനം പ്രസ്താവിക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ മക്കളെ, ദൈവത്തിൻ്റെ കൺമണികളായ മക്കളെ നിങ്ങൾ കല്ലെറിയുകയും കൊല്ലുകയും ചെയ്യുന്നത്, തേജോവധം ചെയ്യുകയും ചെയ്യുന്നത് നിങ്ങളുടെ ഭവനത്തിനും തലമുറകൾക്കും നാശമാണെന്ന് എൻ്റെ കർത്താവിൻ്റെ വചനമാണ്. കർത്താവിൻ്റെ നാവിൽ കൂടെ കർത്താവ് പറഞ്ഞ വചനമാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് നിങ്ങൾ പറയുവോളം നിങ്ങളിനി എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ, കർത്താവായ യേശു ക്രിസ്തു, അവനാണ് കർത്താവിൻ്റെ നാമത്തിൽ, ദൈവത്തിൻ്റെ നാമത്തിൽ വരുന്നവൻ. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് പറഞ്ഞ്, വാഴ്ത്തപ്പെട്ടവനെന്ന് പറഞ്ഞ് എന്നെ നിങ്ങൾ സ്വീകരിക്കുവോളം, എന്നെ നിങ്ങൾ കൈക്കൊള്ളുവോളം ഇനി നിങ്ങൾ എൻ്റെ മുഖം കാണുകയില്ല. കാരണം നിങ്ങൾ എന്നെ തള്ളിക്കളഞ്ഞു. എൻ്റെ വചനം നിങ്ങൾ തള്ളിക്കളഞ്ഞു. ഞാൻ അയച്ച പ്രവാചകന്മാരെ നിങ്ങൾ കല്ലെറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, എത്രയോ കാലങ്ങളായി പഴയ നിയമം നാം വായിക്കുമ്പോൾ എത്രയോ പ്രവാചകന്മാർ കല്ലേറുകൊണ്ടു. യെരമ്യാ പ്രവാചകൻ്റെ പീഡകളൊക്കെ നാം വായിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയം തകർന്നു പോകും. ആ പൊട്ടക്കെട്ടിൽ തള്ളിയിടുന്നു. ആ മുറ്റത്ത് കാവൽപ്പുര മുറ്റത്ത് ഒരു കാരാഗ്രഹം
സൃഷ്ടിച്ച് അവിടെ അദ്ദേഹത്തെ ആ പ്രവാചകനെ യെരമ്യാ പ്രവാചകനെ അവിടെ കെട്ടിയിടുന്നു. പ്രിയപ്പെട്ടവർ, എന്തെല്ലാം പ്രിയപ്പെട്ടവർ, അനേക പ്രവാചകന്മാരുടെ അനുഭവങ്ങൾ നാം വായിക്കുന്നുണ്ട്. അതുപോലെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലന്മാരുടെ അനുഭവങ്ങൾ നാം വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, അവർ കരഞ്ഞുകൊണ്ട് പലപ്പോഴും പറയുന്നുണ്ട്, ദൈവത്തിന് സ്തോത്രം. പത്രോസ്ലീഹായും പൗലോസ്ലീഹായും യാക്കോബ് യോഹന്നാൻ സ്ലീഹായും അങ്ങനെ ഓരോ സ്ലീഹന്മാർ അനുഭവിച്ചതായ കഷ്ടപ്പാടുകൾ, അവർക്ക് വന്നതായ പീഡകൾ, അവരെ എല്ലാവരെയും കൊന്നത്, വാളുകൊണ്ട് കൊന്നത്, പ്രിയപ്പെട്ടവരെ കുരിശിച്ചു കൊന്നത്, തലകീഴായി കുരിശിച്ചു കൊന്നത്, എല്ലാം ചരിത്രമാണല്ലോ പ്രിയപ്പെട്ടവരെ. അതിനുശേഷമുള്ള ദൈവത്തിൻ്റെ വിശുദ്ധന്മാർ, സത്യവചനം പറയുന്നതായ ദൈവത്തിൻ്റെ വിശുദ്ധന്മാർ, കാലാകാലങ്ങളുണ്ടായവർക്കെല്ലാം ഇതുപോലെ പീഡയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്തീയ രംഗം, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അതൊരു പട്ടുമെത്തയല്ല, അത് സരസയ്യാണ്, അത് മുള്ളുകൾ നിറഞ്ഞതാണ്, അത് പീഡകൾ നിറഞ്ഞതാണ്, ഒറ്റപ്പെടുത്തുകൾ നിറഞ്ഞതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ഒരു അംശമെങ്കിലും അനുഭവിക്കാൻ കൃപ കിട്ടിയപ്പോൾ, ഇതെല്ലാം ഒരു അംശം. ഇന്ന് ദൈവമേ, അവരുടെ ഒന്നും ഈ അപ്പോസ്തലന്മാരുടെയോ പ്രവാചകന്മാരുടെയോ ഒന്നും പേര് പറയാൻ പോലും പാവപ്പെട്ട അടിയന് യോഗ്യതയില്ല. എന്നാൽ ഒരു നേരിയ അംശമൊക്കെ അനുഭവിക്കാൻ ഈ കാലങ്ങളിലെല്ലാം ദൈവം കൃപ തരുമ്പോൾ എൻ്റെ ഉള്ളം സന്തോഷിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ നേരെ സകല ദുർവചനത്തെയും വ്യാജമായി പറയുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ദൈവത്തിന് സ്തോത്രം. അവർ നിങ്ങളെ നിന്ദിക്കുകയും നിങ്ങളുടെ പേര് വിടക്കെന്ന് എണ്ണുകയും ചെയ്യുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറഞ്ഞു, നിങ്ങളെ വിടക്കെന്നെണ്ണുന്ന കാലം, നിങ്ങളെ നിന്ദിക്കുന്ന കാലം, പ്രിയപ്പെട്ടവരെ, അങ്ങനെ സകല ദുർവചനത്തെയും നിങ്ങളുടെ നേരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. എൻ്റെ കർത്താവല്ലേ പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വർദ്ധിച്ചിരിക്കൊണ്ട് സന്തോഷിച്ച് തുള്ളുവിൻ. ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ വാഗ്ദാനം. പ്രിയപ്പെട്ടവരെ, നിസ്സാരനായ എൻ്റെ ജീവിതം ഞാൻ എൻ്റെ കർത്താവിന് സമർപ്പിച്ചതാണ്. ഒരുപാട് വാഗ്ദാനങ്ങൾ എനിക്ക് നൽകി എൻ്റെ കർത്താവ്. എനിക്ക് എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി എൻ്റെ നെറ്റിമേൽ തിരുരക്തത്തിൻ്റെ മുദ്രയണിയിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നെ കർത്താവ് ശുശ്രൂഷകൾ, വേലകൾ ഭരമേൽപ്പിച്ചു. എന്തെല്ലാം അതിനെ തുടർന്ന് എത്രയോ കാലങ്ങൾ ആ സ്വർഗീയ വാഗ്ദാനങ്ങളെല്ലാം എന്നെ വഴി നടത്തിയത് ഞാൻ ഓർക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇനി എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ ഈ വാർദ്ധക്യകാലം എന്ന് വേണമെങ്കിൽ പറയാമല്ലോ. 72 വയസ്സായി എനിക്ക്. ദൈവത്തിന് സ്തോത്രം. ഇനിയുള്ള കാലം ദൈവമേ, എനിക്ക് വലിയ ഈ ലോകത്ത് വേറെ ഒന്നും പ്രതീക്ഷകളില്ല. ഒരു മനുഷ്യൻ്റെയും മാനം വേണമെന്നില്ല, ആരും എന്നെ ആദരിക്കണമെന്നില്ല, എനിക്ക് സാമ്പത്തികമായ കാര്യങ്ങളിലൊന്നും ഈ ഒരു ആഗ്രഹവുമില്ല. പ്രിയപ്പെട്ട എല്ലാവൻ്റെ ദൈവം പട്ടിണി കിടന്ന് ദാരിദ്ര്യത്തിൽ ജീവിച്ച എനിക്ക്, ഒരു നേരത്തെ ഭക്ഷണമില്ലാതിരുന്ന എനിക്ക് എൻ്റെ കർത്താവ്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ധാരാളം തന്നു. എനിക്ക് വേണ്ടതെല്ലാം തന്നു. ഈ ലോകത്ത് ആവശ്യമുള്ള എല്ലാം തന്നു. ദൈവം ഞാൻ ചോദിച്ചതും ചോദിക്കാത്തതും എല്ലാം എൻ്റെ കർത്താവ് എനിക്ക് തന്നു. അതുകൊണ്ട് എനിക്ക് ഇനി അതിനെക്കുറിച്ചൊന്നും ആകലുമില്ല. എല്ലാത്തിനും വേണ്ടി ദൈവത്തെ സ്തുതിക്കാൻ മാത്രമേ എനിക്ക് വകയുള്ളൂ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, എന്നാൽ കിട്ടിയ ആയുസ്, ദൈവത്തിന് സ്തോത്രം. ആരോടെങ്കിലും എൻ്റെ യേശുവിനെ കുറിച്ചൊന്ന് പറയണം, എൻ്റെ പ്രാണപ്രിയനെ ഒന്ന് സാക്ഷിക്കണം, എൻ്റെ യേശു നല്ലവനാണെന്ന് പറയണം, ആ ക്രൂശമരണത്തെ ഒന്ന് വർണ്ണിക്കണം, ആ ക്രൂശിലെ തിരുരക്തത്തിൻ്റെ അത്ഭുത ശക്തി അനുഭവിച്ചുകൊണ്ട് അത് അനേകർക്ക് അത് നിങ്ങൾ അനുഭവിക്കണമെന്ന് അവരോട് പറയണം. ആ തിരുരക്തത്താലുള്ള കഴുക പ്രാപിച്ച് അനേകർക്ക് അത് അനുഭവവേദ്യമാക്കി തീർക്കണം. പ്രിയപ്പെട്ടവരെ, ആ ക്രൂശിൽ നിന്നൊഴുകിയ രക്ഷ അനേകർ അനുഭവിച്ച് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുമ്പോൾ നിത്യസമാധാന തീരത്ത്, നിത്യസ്വർഗത്തിൽ, യേശു ഒരുക്കിയ ഭവനത്തിൽ, ഓരോരുത്തർക്കും വേണ്ടി എൻ്റെ കർത്താവ് ഒരുക്കുന്ന ഭവനത്തിൽ ഓരോരുത്തരും എത്തിച്ചേരണം. ഇത് മാത്രമാണ് പാവപ്പെട്ട അടിയൻ്റെ കൊതി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ സത്യവചനം പറയുന്ന ദൈവമക്കളെ എല്ലാം ദൈവമേ, എനിക്ക് മാനമാണ് പ്രിയപ്പെട്ടവരെ, ഞാൻ അവരെ ആദരിക്കുന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഈ ലോകം മുഴുവൻ തെറ്റിദ്ധരിച്ച് അനേക തെറ്റിദ്ധാരണകൾ പരത്തുന്നത്, പ്രിയപ്പെട്ടവരെ, അതൊന്നും എൻ്റെ വിഷയമല്ല. അത് ദൈവം നോക്കിക്കൊള്ളും. എൻ്റെ ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, എൻ്റെ കർത്താവിൻ്റെ വലിയ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. എന്താണ് മത്തായിയുടെ സുവിശേഷം നാം വായിച്ചത്? എന്താണ്? യെരൂശലേമേ, യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിൻ്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചെറിയ കീഴിൽ ചേർക്കും പോലെ നിൻ്റെ മക്കളെ ചേർത്ത് കൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് നിങ്ങൾ പറയുവോളം നിങ്ങളീ എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ എരിവ് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? കർത്താവ് ഒരിക്കൽ പറഞ്ഞു, നിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു. നിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ എരിവ്.
പിതാവാം ദൈവത്തിൻ്റെ എരിവ്. പിതാവാം ദൈവത്തിൻ്റെ ഏറ്റവും വലിയ എരിവ് എന്താണെന്നറിയാമോ? തൻ്റെ ഏകജാതനായ പുത്രനെ, തൻ്റെ അരുമകുമാരനായ യേശുക്രിസ്തുവിനെ ആർക്ക് വേണ്ടി തകർത്ത് കളഞ്ഞുവോ, ആർക്ക് വേണ്ടി ക്രൂശിക്കാൻ വിട്ടുകൊടുത്തുവോ, അവനെ കൈക്കൊള്ളാതെ, ആ വചനം സ്വീകരിക്കാതെ, ആ രക്ഷ അനുഭവിക്കാതെ അവർ നാശത്തിലേക്ക് പോകുന്നതാണ് പിതാവാം ദൈവത്തിൻ്റെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ വേദന അതാണ് പ്രിയപ്പെട്ടവർ. ആർക്ക് വേണ്ടി യേശുവിനെ തകർത്തുവോ, ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കാതെ, അവനെ തള്ളുന്നത്, അവനെ സ്വീകരിക്കാതെ, അവനെ വിശ്വസിക്കാതെ പോകുന്നതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ എരിവ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വചനങ്ങൾ യേശുവിനെ നാവിൽ കൂടെ നമുക്ക് കിട്ടിയത് പ്രിയപ്പെട്ടവർ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, ഞാൻ ഓർക്കുന്നു മനോഹരമായ 2 ചെറിയ ഗീതങ്ങൾ. ഈ ഗീതങ്ങൾ ഒരുപാടുണ്ട്. ദുഃഖവെള്ളിയാഴ്ച നമസ്കാരത്തിൽ നമ്മുടെ പിതാക്കന്മാർ എഴുതി വച്ചിരിക്കുന്നതായ 2 ഗീതശകലങ്ങൾ ഞാനൊന്ന് നിങ്ങളുടെ മുമ്പിലൊന്ന് പാടട്ടെ പ്രിയപ്പെട്ടവർ. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുവിനെ ക്രൂശിൽ തൂക്കിയിരിക്കുകയാണ്. ക്രൂശിൽ കടന്ന് പിടയുന്നതായ യേശു നഗ്നനായി അവനെ തൂക്കി. നഗ്നനായി തൂക്കപ്പെട്ട യേശുവിനെ കണ്ടപ്പോൾ പ്രിയപ്പെട്ടവരെ, ആ പ്രകൃതി ശക്തികൾ പോലും ഇളകിയെന്നാണ് പറയുന്നത്. പ്രകൃതി ശക്തികൾ പോലും കണ്ണടച്ചു. ദൈവത്തിന് സ്തോത്രം. നമുക്കതൊന്ന് പാടി നോക്കാം. നാഥസുതന്തൻ നാക്ഷേപം കണ്ടു സഹിപ്പാൻ കഴിയാതെ സൂര്യൻ മങ്ങി പ്രഭമാഞ്ഞു, രക്തനിറം ചന്ദ്രൻ പൂണ്ടു. നാഥസുതന്തൻ നാക്ഷേപം കണ്ടു സഹിപ്പാൻ കഴിയാതെ സൂര്യൻ മങ്ങി പ്രഭമാഞ്ഞു, രക്തനിറം ചന്ദ്രൻ പൂണ്ടു. പ്രാണപ്രിയനായ യേശുവിൻ്റെ നഗ്നത കാണാതിരിക്കാൻ വേണ്ടി സൂര്യൻ അതിൻ്റെ പ്രകാശരശ്മികളെ മറച്ചു. നട്ടുച്ചയ്ക്ക് കൂരിട്ടുണ്ടായി, ഭൂമിയിൽ നട്ടുച്ചയ്ക്ക് കൂരിട്ടുണ്ടായി. ചന്ദ്രൻ എൻ്റെ പ്രഭ മാഞ്ഞുപോയി, ചന്ദ്രൻ്റെ പ്രഭയെല്ലാം മാഞ്ഞുപോയി. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രകൃതിശക്തികളെല്ലാം ഇളകുന്നതായിട്ട് നാം അവിടെ എല്ലാം വായിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ദൈവത്തിൻ്റെ സ്തോത്രം. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, കർത്താവിനെ തൂക്കിയവർ കർത്താവിനെ ആക്ഷേപിച്ചത് കണ്ടപ്പോൾ, നഗ്നനായി തൂങ്ങിക്കിടന്ന കർത്താവിനെ അവർ ആക്ഷേപിച്ചത് കണ്ടപ്പോൾ പ്രകൃതിക്ക് പോലും സഹിക്കാനായില്ല. എന്നാൽ തൂക്കിയ മനുഷ്യർക്കോ അവർക്കല്ലോ തോന്നിയോ പ്രിയപ്പെട്ടവരെ, അവരവനെ പരിഹസിക്കുകയാണ് ചെയ്തത്. മന്ദിരം പൊളിച്ച് 3 ദിവസം കൊണ്ട് പണിയുന്നവനെ, നിന്നെ തന്നെ രക്ഷിക്ക്, ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ. ദൈവത്തിൻ്റെ സ്തോത്രം. പരിഹസിച്ചു പ്രിയപ്പെട്ടവരെ. ഇതാണ് മനുഷ്യൻ്റെ സ്വഭാവം, ഇതാണ് നമ്മുടെ പ്രകൃതം പ്രിയപ്പെട്ടവർ. നമ്മൾ തിരിച്ചറിയണം ദൈവത്തിൻ്റെ വേദന എന്തായിരിക്കും പ്രിയപ്പെട്ടവർ. ദൈവത്തിൻ്റെ സ്തോത്രം. വീണ്ടും വേറൊരു ഗാനമുണ്ട്. കർത്താവിനെ ക്രൂശിച്ച മരം വിലപിക്കുകയാണ്. 2 മരക്കഷ്ണങ്ങളുമേൽ യേശുവിനെ തൂക്കി. ആ മരക്കഷ്ണങ്ങൾ വിലപിക്കുന്നു. എന്താണ്? ചൊല്ലുന്നു മരം കഷ്ടമെനിക്കെന്തുളവായി, ചൊല്ലുന്നു മരം കഷ്ടമെനിക്കെന്തുളവായി. സൃഷ്ടിശനയൻ മീതെ ക്രൂശിച്ചാർ, സൃഷ്ടിശനയൻ മീതെ ക്രൂശിച്ചാർ. മഴമഞ്ഞൻ നിവയാലവനെന്നെ പോറ്റി ഞാൻ അപകാരം ചെയ്തു. മശിഹാതൻ ക്രൂശകരാം യൂതന്മാരെ കഷ്ടം. 2 മരക്കഷ്ണങ്ങൾ പാടുകയാണ്. എന്താണ് പാടുന്നത്? എന്താണ് അവർ വിലപിക്കുന്നത്? എൻ്റെ സൃഷ്ടാവിനെ, മഴയും മഞ്ഞും തന്നെന്നെ പോറ്റിയ എൻ്റെ സൃഷ്ടാവിനെ, എന്നെ സൃഷ്ടിച്ച എൻ്റെ സൃഷ്ടാവിനെ എൻ്റെ മേൽ തന്നെ അവർ ക്രൂശിച്ചല്ലോ. യേശുവിനെ ക്രൂശിച്ചതായ, ഈ രക്ഷകനെ ക്രൂശിച്ചതായ യൂതന്മാരെ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. മരം വിലപിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മഴമഞ്ഞ് എന്നിവയാൽ അവൻ എന്നെ പോറ്റി, ഞാനോ അപകാരം ചെയ്തു. ഞാൻ അവന് പ്രതികൂലമായി നിന്നല്ലോ. എന്നെ അവർ അവനെ തൂക്കാനായിട്ട് എന്നെ ഉപയോഗിച്ചല്ലോ. ഞാൻ അപകാരം ചെയ്തു. മശിഹാതൻ ക്രൂശകരാം യൂതന്മാരെ കഷ്ടമെന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രകൃതികൾ പോലും പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനത്തിങ്കിൽ വിറയ്ക്കുന്നു. ദൈവവചനത്തിങ്കിൽ പ്രകൃതി പോലും വിറയ്ക്കുന്നു. ജീവജാലങ്ങളെല്ലാം വിറയ്ക്കുന്നു. മനുഷ്യ, നിനക്ക് പേടിയുണ്ടോ?
നീ വചനത്തെ ഭയപ്പെടുന്നുണ്ടോ? നീ വചനത്തെ സ്വീകരിക്കുന്നുണ്ടോ? വചനത്തിന് വില കൊടുക്കുന്നുണ്ടോ? സത്യവചനം നീ സത്യമായി അതിനെ അംഗീകരിച്ച് ഭയത്തോടെ സ്വീകരിച്ച് അത് അനുസരിക്കുന്നുണ്ടോ? അതാണ് നല്ല മനസ്സാക്ഷി. ചിന്തിച്ചു വന്ന വിഷയം അതാണ്, നല്ല മനസ്സാക്ഷി. ഇതെല്ലാം പ്രിയപ്പെട്ടവരെ, വചനത്തെ തള്ളുന്നത് ദുർമനസ്സാക്ഷിയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ സമയത്ത് നമുക്ക് ഒരു തീരുമാനമെടുക്കണമല്ലോ പ്രിയപ്പെട്ടവരെ. നമ്മളെ അനുഗ്രഹിക്കാൻ എൻ്റെ കർത്താവ് കരം നീട്ടി നിൽക്കുകയാണ്. മക്കളെ, നിങ്ങളുടെ മനോഭാവം എന്താണ്? നിങ്ങളുടെ മനസ്സെന്താണ്? നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നുണ്ടോ? നിങ്ങൾ ഈ ക്രൂശ് മരണത്തെ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ നിനക്ക് വേണ്ടി മരിച്ചു എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? നിൻ്റെ പാപങ്ങളാണ് ഞാൻ വഹിച്ചതെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. അവൻ നമ്മുടെ അതിക്രമ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. സഹോദരാ, നീ വചനം സ്വീകരിക്കുന്നുണ്ടോ? യേശുവിനെ നീ സ്വീകരിക്കുന്നുണ്ടോ? നിനക്ക് വേണ്ടി തകർക്കപ്പെട്ട ദൈവിക കുഞ്ഞാട് നിന്റെ സകല പാപങ്ങൾ അവൻ്റെ തലമേൽ ചുമത്തിയിട്ട് അവനെ ക്രൂശിൽ അർപ്പിക്കാൻ ദൈവത്തിൻ്റെ മനസ്സ് തോന്നി. നീ അവനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിക്കുന്നുണ്ടോ? അവനിതാ നിന്റെ അടുക്കൽ വന്ന് കെഞ്ചിക്കൊണ്ട് നിൽക്കുന്നു. ആ കുന്തം കൊണ്ട് മുറിവേറ്റതായ, കുന്തം കൊണ്ട് കുത്തി തുളയ്ക്കപ്പെട്ടതായ ആ തിരുവിലാവ് കാണിച്ചുകൊണ്ട് നിന്റെ രക്ഷിക്കാൻ നിന്റെ രക്ഷിതാവ് അടുത്ത് വന്ന് നിൽക്കുന്നു. മോനെ, നീ മറ്റൊന്നും ചെയ്യേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. മോനെ, ഞാൻ നിനക്ക് വേണ്ടിയാണ് മരിച്ചത്. നീ എനിക്ക് വേണ്ടി ഇനി ജീവിക്കുമോ? നിന്റെ പാപങ്ങളോട് യാത്ര പറയുമോ? എന്നെ ക്രൂശിച്ചതായ നിന്റെ പാപങ്ങളെല്ലാം നീ ഇപ്പോൾ ഉപേക്ഷിക്കുമോ? നിന്റെ പാപങ്ങൾ ഓരോന്ന് ഉപേക്ഷിക്കുമോ? നിന്റെ അശുദ്ധിയോട് നീ യാത്ര പറയുമോ? നിന്റെ അഹങ്കാരത്തോട് യാത്ര പറയുമോ? നിന്റെ നിങ്ങളത്തോട് യാത്ര പറയുമോ? നിന്റെ കലഹ സ്വഭാവത്തോട് യാത്ര പറയുമോ? നിന്റെ കോപ സ്വഭാവത്തോട് യാത്ര പറയുമോ? ദൈവത്തിൻ്റെ സ്തോത്രം. മോനെ, നിന്റെ സകല പാപങ്ങളും ദൈവവചനത്തെ ദുഷിക്കുകയും ദൈവവേലക്കാരെ ദുഷിക്കുകയും ചെയ്യുന്നതായ, പരദൂഷണം പറയുന്നതായ നിന്റെ പ്രകൃതങ്ങളെല്ലാം ഉപേക്ഷിച്ച് നീ എന്നെ ഇപ്പോൾ എൻ്റെ കരങ്ങളിലേക്ക് നോക്കൂ. നിനക്ക് വേണ്ടി മരിച്ച് നിനക്ക് വേണ്ടി പീഡയേറ്റ എന്നെ നിന്റെ കർത്താവ് രക്ഷിതാവുമായി നീ സ്വീകരിക്കുന്നുണ്ടോ? എങ്കിലിപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്ത് പറയുന്നു? യേശുവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം നിങ്ങൾ സമർപ്പിക്കുവാൻ നിങ്ങൾ മനസ്സാണോ? എങ്കിൽ യേശുവിനോടിപ്പോൾ നമുക്ക് എല്ലാവർക്കും ചേർന്നൊരു വാക്ക് പറയാം. ഞാനും എൻ്റെ യേശുവിനോട് പറയാണ്, എൻ്റെ യേശുവേ, എൻ്റെ പ്രാണപ്രിയനായ യേശുവേ, എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച രക്ഷക, എൻ്റെ പാപങ്ങൾക്കെല്ലാം പരിഹാരം വരുത്തിയ യേശുവേ, ഞങ്ങളുടെ എല്ലാ പാപത്തിനും അതിനാലേ രക്ഷയുണ്ടായി എന്ന നിന്റെ ശ്രീവായെ ഞങ്ങൾ കുമ്പിടുന്നു എന്ന് പിതാക്കന്മാർ പഠിപ്പിച്ചു. കർത്താവേ, ആ ക്രൂശൻ ചൂട്ടിൽ ഞാൻ കുമ്പിടട്ടെ, പൊന്നുപാദം ഞാൻ ചുംബിക്കട്ടെ, ആ തിരുമുറിവുകളെ ഞാൻ തഴുകട്ടെ. യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എനിക്ക് വേണ്ടി മരിച്ച രക്ഷക, എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. യേശുവേ, നീ എനിക്ക് വേണ്ടി മരിച്ചതിനാൽ ഈ നിമിഷം മുതൽ ഞാൻ നിൻ്റെ മാത്രം മക. യേശുവേ, ഞാൻ നിൻ്റെ മാത്രം മക. യേശുവേ, ഞാൻ നിൻ്റെ അടിമ. ദൈവത്തിൻ്റെ സ്തോത്രം. കരുണയുള്ള കർത്താവേ, വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഈ സ്വർഗീയ നിമിഷങ്ങൾക്കായി സ്തോത്രം, സ്ത്രീവചനങ്ങൾക്കായി സ്തോത്രം. അവിടുത്തെ സ്നേഹം ഞങ്ങളോട് വാദിച്ചതിനാൽ നിനക്ക് സ്തുതി. ദൈവമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സമാധാനവും സന്തോഷവും രക്ഷയും കൊണ്ട് എല്ലാവരെയും അലങ്കരിക്കണം കർത്താവേ. ശ്രീനാമത്വപ്പെടുത്തണമേ. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന പ്രാണപ്രിയനായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം.